ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദ ഗ്രേറ്റ് ഷമൻ ഗാഡുഷം എന്ന ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഡൂഷിമും വൂസും ഉൾപ്പെടെ എല്ലാ കുട്ടികളും അടുത്ത എക്സാം എഴുതുന്നതാണ്. എല്ലാവരും ടെൻഷൻ അടിച്ചായിരുന്നു എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. നമ്മുടെ നാമാകട്ടെ എക്സാം ഒന്നും എഴുതാതെ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. വൂസ് ഡൂഷിമിനോട് പറയുന്നുണ്ട് അവനെ വിളിച്ചുണർത്ത്, അവനോട് മര്യാദയ്ക്ക് എഴുതാൻ പറയാൻ. അങ്ങനെ ഡൂഷിം അവനെ വിളിച്ചുണർത്തുകയും അവൻ വീണ്ടും വരുന്ന എക്സാം എഴുതാൻ ആരംഭിക്കുകയും ചെയ്തു. എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ജോങ്ങിനോട് ഒരു പയ്യൻ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ നമ്മുടെ ഡൂഷിമിനെ ഒരു ഷമന്റെ വീട്ടിലേക്ക് കയറി പോകുന്നത് കണ്ടു. അവൾ എന്തിനാ ഒരു ഷമന്റെ വീട്ടിലേക്ക് കയറി പോകുന്നതെന്ന് ജോങ് ചോദിക്കുന്നു. മാത്രമല്ല, ഇന്നലെ വൂസുവിന്റെ വീട്ടിൽ നിന്ന് ഡൂഷിം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൾ എന്തിനാ വൂസുവിന്റെ വീട്ടിൽ പോയതെന്നായിരുന്നു ജോങ് ചോദിക്കുന്നത്. എനിക്കറിയില്ല എന്നാണ് ആ പയ്യൻ പറയുന്നത്. ഞാൻ എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് കണ്ടു. ജോങ്ങിന് ഇതെല്ലാം കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവിടെ വൂസു ഡൂഷിമിനോട് താങ്ക്സ് പറയുന്നു. എക്സാമിന്റെ അടിക്ക് നാമനെ നീ വിളിച്ചുണർത്തിയത് നന്നായി. അവനെങ്ങാനും ഫെയിലായി കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഫെയിലാകുന്ന കുട്ടികളെല്ലാം തന്നെ ആ ഒരു ആത്മാവ് കൊല്ലുകയാണല്ലോ. അങ്ങനെ മരിക്കുന്ന കുട്ടികളെ കുറിച്ച് ആരും തന്നെ ചിന്തിക്കുന്നില്ല. നീ എന്താ ഈ കുട്ടികളെ കുറിച്ചൊക്കെ ഇത്ര ചിന്തിക്കുന്നതെന്ന് ഡൂഷിൻ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഇതെല്ലാം നീ കാരണമാണ്. എല്ലാവർക്കും അവരുടേതായ കഥകളുണ്ട്. അതുപോലെ ഈ മരിച്ചുപോയി പ്രേതങ്ങളായി കിടക്കുന്നവർക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. നീ ആ പ്രേതങ്ങളുടെ കഥയൊക്കെ കേട്ടു എന്ന് അവൾ ചോദിക്കുന്നു. അതേ, ഞാൻ കേട്ടു എന്നാണ് അവൻ പറയുന്നത്. ഞാൻ തന്ന ആ മന്ത്രങ്ങൾ എഴുതിയ പേപ്പർ നീ റൂമിൽ നിന്ന് എടുത്ത് മാറ്റിയെന്ന് അവൻ ചോദിക്കുന്നു. ആ പ്രേതങ്ങൾക്ക് എന്നോട് എന്താ പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചു നേരത്തേക്ക് അതൊന്നും എടുത്ത് മാറ്റി. ആ സമയത്ത് എല്ലാവരും എന്റെ അടുത്ത് വന്നു. ഇവരുടെ എല്ലാ കഥകളും ഞാൻ കേൾക്കുകയും ചെയ്തു. നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്നാണ് ഡൂഷിൻ പറയുന്നത്. കാരണം എന്നെ കൊണ്ട് പറ്റില്ല ഈ കഥകളെല്ലാം കൂടെ കുത്തിയിരുന്ന് കേൾക്കാൻ. അങ്ങനെ ഒന്ന് സ്കൂള് വിട്ട് അവളാകട്ടെ തന്റെ വീട്ടിലേക്ക് കയറി പോവുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ജോങ് അവിടേക്ക് വരുന്നു. നീ എന്താ ഇവിടേക്ക് വന്നതെന്ന് ഡൂഷിമിനോട് അവൾ ചോദിക്കുന്നു. ഇത് തന്റെ വീടാണെന്ന് ഡൂഷിമിന് ജോങ്ങിനോട് പറയാൻ തോന്നിയില്ല. താനൊരു ഷമന്റെ മകളാണെന്ന് ജോങ് അറിയും. അതുപോലെ തന്നെ ക്ലാസ്സിലെ കുട്ടികളും അറിയും. ഞാൻ വെറുതെ ഇതുവഴി വന്നതാണെന്ന് അവൾ പറയാൻ തുടങ്ങിയതും കറക്റ്റ് ആ സമയത്ത് ഡൂഷിമിന്റെ അമ്മ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നു. നീ പതിവില്ലാതെ നിന്റെ കൂട്ടുകാരിയും കൊണ്ട് എന്താ എങ്ങോട്ട് വന്നതെന്ന് അവളുടെ അമ്മ ചോദിക്കുന്നു. മാത്രമല്ല, നിനക്ക് എന്റെ മകളാണെന്ന് സ്കൂളിൽ പറയാൻ നാണക്കേടല്ലേ? പിന്നെ എന്തു പറ്റി ഇപ്പൊ കൂട്ടുകാരിയും കൊണ്ടൊക്കെ വന്നത്? എങ്ങനെയെങ്കിലും ഈ ഒരു സത്യം മറച്ചു വെക്കാന്ന് വിചാരിച്ചപ്പോ അവളുടെ അമ്മ തെറ്റിദ്ധരിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് കയറി പറഞ്ഞിരിക്കുന്നു. സത്യം മനസ്സിലായ ജോങ്ങും ചോദിക്കുന്നുണ്ട്, അപ്പൊ ശരിക്കും ഇത് നിന്റെ വീടാണോ, ഈ ഷമൻ നിന്റെ അമ്മയാണോ എന്നൊക്കെ. അപ്പോഴാണ് ഡൂഷിമിന്റെ അമ്മയ്ക്ക് മനസ്സിലായത് താൻ എന്തൊരു മണ്ടത്തരവ കാണിച്ചതെന്ന്. താൻ തന്നെ സത്യങ്ങൾ അവളുടെ കൂട്ടുകാരിയോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഡൂഷിമ തന്നെ എന്തെങ്കിലും പറയുന്നു പേടിച്ചിട്ട് അവളുടെ അമ്മ അകത്തേക്ക് കയറിപ്പോയി. ജോങ് അവളോട് പറയുന്നുണ്ട്, നിന്റെ ഈ സത്യങ്ങളൊന്നും ഞാൻ സ്കൂളിൽ ആരോടും പറയില്ല. പക്ഷെ അതിന് പകരമായിട്ട് നീ ഒരു കാര്യം ചെയ്യണം. നീ വൂസുവുമായിട്ട് അകലം പാലിച്ചെങ്കിലേ പറ്റൂ. അവനുമായിട്ട് കൂടുതൽ അടുക്കാൻ പാടില്ല. കാരണം ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. നീ ഞങ്ങൾക്കിടയിൽ വരാനും പാടില്ല. തന്റെ സത്യം ക്ലാസ്സിലെ കുട്ടികളെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജോങ് പറഞ്ഞ ആ കാര്യങ്ങള് ഡൂഷിമും സമ്മതിക്കുന്നു. ഞാൻ വൂസുവിൽ നിന്ന് അകലം പാലിച്ചോളാം. പക്ഷെ ക്ലാസ്സിലെ കുട്ടികളോട് താൻ ഒരു ഷമന്റെ മകളാണെന്ന് ഒരിക്കലും നീ പറയാൻ പാടില്ല. അങ്ങനെ അവർക്കിടയിൽ അങ്ങനെ ഒരു ഡീലുണ്ടാക്കി. അതിനുശേഷം പിറ്റേന്ന് വൂസു ആകട്ടെ ഇവളോട് വന്ന് സംസാരിക്കാൻ നേരത്തെ എല്ലാം തന്നെ ഇവൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. വൂസുവിനൊട്ട് കാര്യവും മനസ്സിലായില്ല. താൻ ഒരുപാട് പ്രേതങ്ങളെ കണ്ടു, പക്ഷെ ഇവിടെ കുറഞ്ഞ റാങ്ക് വാങ്ങിച്ച് മരിച്ചുപോയ കുട്ടികളില്ലേ, അവരുടെ പ്രേതങ്ങളെ മാത്രം ഞാൻ കാണുന്നില്ല. അതെന്താ അവർക്ക് എവിടെ പോയി എന്നാണ് വൂസ് ചോദിക്കുന്നത്. ഡൂഷിം അവനോടൊന്നും സംസാരിക്കുന്നില്ല. എനിക്ക് പ്രേതങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു മടുത്തു, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോയി. ഇതൊക്കെ ജോങ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ വന്ന് വൂസുവിനോട് പറയുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. വൂസ് പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയായിരുന്നു ഡൂഷിമിന്റെ മനസ്സിലും. പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അവൾ ഈ സ്കൂളിലേക്ക് ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഒരു പയ്യൻ താഴേക്ക് വീണ് മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ പയ്യന്റെ ആത്മാവിനെ ആ ഒരു നിമിഷം ഡൂഷിം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആ ആത്മാവിനെ ആരോ പിടികൂടി ദൂരേക്ക് കൊണ്ടുപോകുന്നതായിട്ടും അവൾ കണ്ടു. അതായത് ആ സ്കൂളിൽ മരിച്ചു വീഴുന്ന കുട്ടികളുടെ ആത്മാവിനെ എല്ലാം തന്നെ ആരോ തടങ്കലിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ആത്മാക്കളെ മാത്രം വൂസുവിനോ ഡൂഷിമിനോ ഒന്നും തന്നെ കാണാൻ പറ്റാത്തത്. ഇവിടെ നമ്മുടെ ഡൂഷിമാകട്ടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഹ്യൂൻസ് വന്നിട്ട് അവളെ ശല്യം ചെയ്യുന്നു. ദേഷ്യം വന്ന് അവൾ ഹ്യൂൻസിനോട് പറയുന്നുണ്ട്, നീ ഒന്ന് പോയി തരുമോ എന്ന്. എന്നാൽ ആ സൈഡിൽ നിന്ന് അവളുടെ ഒരു ക്ലാസ്മേറ്റ്, ഒരു ഷോർട്ട് ഹെയർ പെൺകുട്ടിയാകട്ടെ വിചാരിക്കുന്നുണ്ട്, ഡൂഷിമ തന്നോടാണെന്ന് പോയി തരുമോ എന്ന് ചോദിച്ചതെന്ന്. നിനക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ചിട്ട് ആ പെൺകുട്ടി ഡൂഷിമിനെ അടിക്കാൻ വരുന്നു. പെട്ടെന്ന് വൂസ് വന്ന് അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. നീ എന്തായി കാണിക്കുന്നെന്ന് ചോദിച്ചിട്ട് അവനെ കണ്ടത് ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഓ നിന്നെ രക്ഷിക്കാൻ ആളെത്തിയല്ലോ. എന്തൊക്കെയാ രണ്ടും കൂടെ സ്കൂളിൽ കാണിച്ചു കൂട്ടുന്നത്? കെട്ടിപ്പിടിക്കുകയും വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയും ഞങ്ങളൊന്നും കാണുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട. അത്രയും പറഞ്ഞിട്ട് ആ പെൺകുട്ടി പോയി. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് ഡൂഷിമിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ കാരണം സ്കൂളിൽ എല്ലാവരും എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ചേർത്താണ് സംസാരിക്കുന്നത്. എനിക്കതൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്റെ അടുത്തുനിന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതാ നിനക്ക് നല്ലത്. പിന്നെ ഒരു കാര്യം കൂടി അവൾ പറയുന്നുണ്ട്, നമ്മുടെ സ്കൂളിലെ കുട്ടികളെല്ലാം മരിക്കുന്നതിന് കാരണം ഒരു ഇവിൾ സ്പിരിറ്റ് ആണ്. അതുകൊണ്ട് നാം ആണ് അടുത്തതായിട്ട് ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ ആ സ്പിരിറ്റ് അവനെ ആക്രമിക്കും. മാക്സിമം അവൻ ലാസ്റ്റ് റാങ്ക് വരാതിരിക്കാൻ നീ നോക്കുന്നതാ നല്ലത്. അവനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും അവൾ പോയെങ്കിലും അവളുടെ മനസ്സിൽ മുഴുവൻ അവനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. തന്റെ മുന്നിൽ അവൻ വന്ന് നിൽക്കുന്നതായിട്ടൊക്കെ അവൾക്ക് തോന്നുന്നു. അവളെ കാണാതിരിക്കാൻ അവനും പറ്റിയില്ല. അവനാകട്ടെ അവൾക്ക് മെസ്സേജ് അയക്കുന്നു, നീ എവിടെയാണ്, എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അവൾ അതിന് റിപ്ലൈ കൊടുക്കുന്നില്ല. അവളെ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും അവനെ കാണാൻ വേണ്ടിയിട്ട് ജോങ് അവിടേക്ക് വരുന്നു. നീ അകത്ത് കയറി അമ്മയോട് സംസാരിച്ചിരിക്കെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോകാൻ തുടങ്ങിയതും നീ എവിടേക്കാ പോകുന്നത്, ഡൂഷിമിനെ കാണാനാണോ പോകുന്നത് എന്ന് അവൾ ചോദിക്കുന്നു. നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അങ്ങനെ ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പുതുതായി
പുതുതായിട്ടുണ്ടാക്കിയ ചില ഫ്രണ്ട്സിനെയൊക്കെ നിനക്ക് കാണിച്ചു തരുന്നതായിട്ട് വരും. അത്രയും പറഞ്ഞിട്ട് അവൻ പോയി. അവൾക്ക് മനസ്സിലായി അവൻ ഡൂഷിമിനെ തന്നെ കാണാനാ പോകുന്നതെന്ന്. അവൻ ഡൂഷിമിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞ ഇവിൽ സ്പിരിറ്റിനെ പിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. ആ സ്പിരിറ്റ് അടുത്ത കുട്ടിയെ കൊല്ലുന്നതിന് മുമ്പ് നമുക്കതിനെ പിടിക്കണം. എന്നാൽ അവൾ പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെ അതത്ര ഈസി അല്ല. നമ്മൾ ഇപ്പൊ കാണുന്ന പ്രേതങ്ങളെ പോലൊരു പ്രേതമല്ലത്, അതൊരു ഇവിൽ സ്പിരിറ്റ് ആണ്. ആകെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് നിന്റെ ഫ്രണ്ട് നാം എക്സാമിൽ ഏറ്റവും ലാസ്റ്റ് വരാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പിറ്റേന്ന് ഡൂഷിമ് സ്കൂളിലേക്ക് എത്തിയപ്പോഴേക്കും ക്ലാസ്സിലെ കുട്ടികളെല്ലാം തന്നെ അവളെ ഒരുമാതിരി നോക്കാൻ തുടങ്ങി. തലേന്ന് വൂസു ഡൂഷിമിനെ കാണാൻ പോകുന്നു മനസ്സിലാക്കിയ ജോങ് ആകട്ടെ വീണ്ടും അവർ തമ്മിൽ എന്തോ ബന്ധം തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് ഡൂഷിമ് ഒരു ശമന്റെ മകളാണെന്നുള്ള കാര്യം എല്ലാവരോടും പറഞ്ഞു. അതും പറഞ്ഞിട്ട് ക്ലാസ്സിലെ കുട്ടികള് അവളെ കളിയാക്കാൻ തുടങ്ങിയായിരുന്നു. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് അവൾ ആലോചിച്ചപ്പോഴത്തേക്കും ക്ലാസ് ടീച്ചർ അവിടേക്ക് വന്നു. എക്സാമിന്റെ റിസൾട്ടുമായിട്ടാണ് അയാൾ വന്നത്. എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും ആണ് ഇത്തവണ ലാസ്റ്റ് വന്നതെന്ന് സാർ ചോദിക്കുന്നു. അതേന്ന് സാറ് പറയുന്നു, അത് മറ്റാരുമല്ല, നാം തന്നെയാണ്. എന്നാൽ അവനാകട്ടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൂസുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവനാകട്ടെ നാമിനെ എടുത്തിട്ടിരിക്കുന്നു. നീ മനഃപൂർവ്വമല്ലേ ഇത് ചെയ്തതെന്നാണ് വൂസു ചോദിക്കുന്നത്. ഞാൻ നിന്നോട് പഠിക്കാൻ പറഞ്ഞ പോർഷൻസിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അതെങ്കിലും നിനക്ക് മര്യാദയ്ക്ക് പഠിച്ചെഴുതിക്കൂടായിരുന്നോ? നീ മനഃപൂർവ്വം തോറ്റതല്ലെന്നൊക്കെ അവൻ ചോദിക്കുന്നു. നാം പറയുന്നുണ്ട്, അങ്ങനെ ചാകുമെന്ന് പേടിച്ചിട്ടൊന്നും എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന്. എനിക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിലേ ഞാൻ പഠിക്കൂ. എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പഠിച്ചില്ല. നാമിനെ സംബന്ധിച്ച് അറിയില്ല ഇവിടെ ഒരു ഇവിൽ സ്പിരിറ്റ് ഉണ്ടെന്നും അതാണ് തന്നെ കൊല്ലാൻ പോകുന്നതെന്നും. അതുകൊണ്ട് വൂസു അവനോട് പറയുന്നുണ്ട്, പോയി പെട്ടെന്ന് നിന്റെ ബാഗ് എടുത്തിട്ട് വാ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണം. അതേസമയം ആ സ്കൂളിലെ പ്രിൻസിപ്പൾ ആകട്ടെ സ്കൂളിലെ അണ്ടർഗ്രൗണ്ടിലുള്ള ആ ഒരു റൂം തുറക്കുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് നോക്കി ആ സ്പിരിറ്റിനോട് പറയുന്നുണ്ട്, നിന്റെ ഫുഡിനുള്ള സമയമായി, നീ പോയി ആ ചെക്കനെ കൊന്നോളാൻ. ആ സ്പിരിറ്റ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ നാം പറയുന്നുണ്ട്, എന്നെ കൊല്ലാൻ ആര് വന്നാലും ശരി ഞാൻ അവനെ ഇടിച്ചിടുമെന്ന്. അവനെ സംബന്ധിച്ച് ഏതോ മനുഷ്യന്മാരെ കൊല്ലാൻ വരുന്നതെന്നാണ് അവന്റെ വിചാരം. എന്നാൽ ആ സമയത്ത് ആ സ്പിരിറ്റ് അവിടേക്ക് വരുന്നത് വൂസു കാണുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് നാമനെ തന്റെ ബാക്കിലേക്ക് ആക്കി നിർത്തുന്നു. എന്താ നടക്കുന്നതെന്ന് നാമന് മനസ്സിലായില്ല. ഇവിടെയാണ് 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് ഡൂഷ്മ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് വൂസുവിനെയും നാമനെയും കാണാത്ത കാരണം ഇവൾ എവിടെ പോയെന്ന് ചിന്തിക്കുകയായിരുന്നു. നാമ ലാസ്റ്റ് റാങ്കിൽ വന്നത് കാരണം ആ സ്പിരിറ്റ് അവനെ ആക്രമിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ വൂസു തന്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ കൂടെ പോയിരിക്കാമെന്ന് അവൾ ചിന്തിക്കുന്നു. അവള് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ട്. ആ സ്പിരിറ്റിനെ കണ്ടിട്ട് പേടിച്ച് നിൽക്കുകയായിരുന്നല്ലോ നമ്മുടെ വൂസു. ആ സ്പിരിറ്റ് അവർക്ക് ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. ഇവർ രണ്ടുപേരും നാമനെ പ്രൊട്ടക്ട് ചെയ്ത് നടുക്ക് തന്നെ നിർത്തിയിരിക്കുന്നു. നീ പെട്ടെന്ന് അവനെയും കൊണ്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, ഞാനിതിനെ തടഞ്ഞു നിർത്താമെന്ന് ഡൂഷ്യം പറയുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ വൂസു നാമനെ കൊണ്ട് അവിടെ നിന്ന് ഓടി. അവള് തന്റെ ശക്തി കൊണ്ട് ആ ഒരു സ്പിരിറ്റിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കുറച്ചുനേരം അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് അത് അവളെ ആക്രമിക്കുകയും അവള് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. വൂസു നാമനെ കൊണ്ട് സ്കൂളിന് പുറത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ഡൂഷ്യം പെട്ടെന്ന് തറയിൽ നിന്ന് എഴുന്നേക്കുന്നു. ആ സമയത്ത് ആ പ്രിൻസിപ്പലിന് അവിടെ ദേഷ്യം പിടിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. കാരണം ആ ഒരു ആത്മാവിന് നാമിനെ കൊല്ലാൻ കിട്ടിയിട്ടില്ല ഇതുവരെ. ആ ആത്മാവിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ആരെങ്കിലും കൂടുതലായിട്ട് മനസ്സിലാക്കുമെന്ന് പേടിച്ച് അയാളാകട്ടെ ആ ആത്മാവിനെ പിടിച്ച് സൂക്ഷിക്കുന്ന ആ ഒരു സഞ്ചി എടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങുന്നു. വൂസു നാമിനെ കൊണ്ട് ഓടി ഓടി ഒരു കാർ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നാം അവനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഡൂഷ്യം എന്തൊക്കെ ആക്ഷൻ അവിടെ കാണിച്ചതെന്ന്. ആ സ്പിരിറ്റ് ആകട്ടെ അവരെ തേടി ആ കെട്ടിടത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഡൂഷ്യം അതിന്റെ പിറകെയും. ആ ആത്മാവ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ വൂസു ആകട്ടെ നാമിനോട് വീണ്ടും പറയുന്നുണ്ട്, വാ ഇവിടെ നിന്നും പോകാമെന്ന്. അങ്ങനെ അവര് അവിടെ നിന്നും ലിഫ്റ്റിലേക്ക് കടക്കുന്നു. ആ സമയത്ത് കാറിൽ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചുകൊണ്ടിരുന്ന ഒരാളുടെ ദേഹത്തേക്ക് ആ ആത്മാവ് വന്ന് കയറുന്നു. ലിഫ്റ്റ് അടയുന്നതിന് മുമ്പ് ആ സ്പിരിറ്റ് കാലെടുത്ത് വെച്ച് ആ ലിഫ്റ്റ് ബ്ലോക്ക് ചെയ്യുകയും അത് തുറന്ന് ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിലാണല്ലോ ഈ ആത്മാവ് കയറിയിരിക്കുന്നത്. ആ ശക്തി ഉപയോഗിച്ചിട്ട് അതിവരെ രണ്ടുപേരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവര് രണ്ടുപേരും മാക്സിമം ഇടിക്കുക അടിക്കുകയൊക്കെ ചെയ്ത് പൊരുതി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. അത് വൂസുവിനോട് പറയുന്നുണ്ട്, നീ സ്കൂളിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാ, നിന്നെ കൊല്ലാൻ എനിക്കിപ്പോൾ ഒരു ഉദ്ദേശവും. പക്ഷേ നീ എന്റെ മാർഗത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് കാരണം നിന്നെ എനിക്ക് ഉപദ്രവിച്ചെങ്കിലേ പറ്റൂ. അതും പറഞ്ഞുകൊണ്ട് നാമിനെയും വൂസുവിനെയും അത് തന്റെ കയ്യിലെടുക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഡൂഷ്മ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മര്യാദയ്ക്ക് അവരെ വിടുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് അവൾ പറയുന്നു. എന്നാൽ അവളെ കണ്ട് ചിരിച്ചുകൊണ്ട് ആ സ്പിരിറ്റ് പറയുന്നുണ്ട്, നിന്നെ പോലൊരു ചെറിയ പെൺകുട്ടിക്ക് എന്നെ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ചിരിച്ചുകൊണ്ട് അവൾ പറയുന്നുണ്ട്, താൻ ഒറ്റയ്ക്കല്ല എന്ന്. ആ നിമിഷം അവളുടെ ചുറ്റും അവളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആത്മാക്കളുണ്ടായിരുന്നു. അതെല്ലാം ചേർന്നിട്ട് ഈ ഇവിൾ സ്പിരിറ്റിനെ പിടികൂടുന്നു. ആ ഒരു ഗ്യാപ്പില് നാമനെയും കൊണ്ട് വൂസുവും ഡൂഷ്യമും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. വൂസു അവളോട് ചോദിക്കുന്നു, ആ പ്രേതങ്ങളെല്ലാം നിന്നെ സഹായിക്കാൻ എന്തുകൊണ്ടാ വന്നതെന്ന്. ഞാൻ അവരോട് പറഞ്ഞു അവരുടെ കഥയെല്ലാം ഞാൻ ഓരോന്നായിട്ട് കേൾക്കാമെന്ന്, അതുകൊണ്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണെന്ന്. ഏത് കാലത്ത് ഈ കഥയൊക്കെ കേട്ടു തീരുമെന്ന് എനിക്കറിയില്ല, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് വൂസു അവളോട് പറയുന്നത്. തന്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇത്രയൊക്കെ ചെയ്തതിൽ അവൻ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ക്ലാസ്സിലെല്ലാവരും നീ ശമന്റെ മകളാണെന്നുള്ള കാര്യം അറിഞ്ഞതിൽ നിനക്ക് വിഷമമുണ്ടോന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അറിഞ്ഞ കാര്യം ഇനി മാറ്റാൻ പറ്റില്ലല്ലോ, ഇപ്പൊ നമുക്ക് നാമനെ രക്ഷിക്കാനുള്ള വഴി ആലോചിക്കാം. നീ ഇത്രയൊക്കെ ചെയ്യുന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു. ഇത് കണ്ടിട്ട് നാം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നോട് എന്താ ഒന്നും പറയാത്തതെന്ന്, ഇവിടെ എന്തൊക്കെ നടക്കുന്നതെന്ന് ആദ്യം ഒന്ന് പറ. തൽക്കാലം നമുക്ക് സേഫ് പ്ലേസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവരാകട്ടെ ഡൂഷ്മന്റെ വീട്ടിലേക്ക് പോകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് രക്ഷപ്പെട്ടു പോയ ആ സ്പിരിറ്റാണ് നമ്മുടെ സ്കൂളിലുള്ളതെന്നും അതാണ് കുട്ടികളെ കൊല്ലുന്നതെന്നും ഒക്കെ ഡൂഷ്മ ഇവരോട് പറയുന്നുണ്ട്. എന്നാൽ നാമൻ ഇതൊന്നും കേട്ടിട്ട് വിശ്വാസമേ വരുന്നുണ്ട്.
പറയുന്നുണ്ടായിരുന്നില്ല. കുറഞ്ഞ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെ കൊന്നുകൊണ്ട് ഈ പ്രേതത്തിന് എന്ത് കിട്ടാനാ? അപ്പോൾ ഡൂഷിമിന്റെ അമ്മ പറയുന്നുണ്ട്, അങ്ങനെ പ്രേതം കുറഞ്ഞ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെ കൊന്നു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം മത്സരിച്ച് പഠിക്കാൻ തുടങ്ങും. നല്ല പോലെ പഠിച്ച് കുട്ടികൾ നല്ല സ്കോർ വാങ്ങിക്കുമ്പോൾ ആ സ്കൂളിന് അത്രയധികം പ്രശസ്തി ലഭിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ വൂസുവിനും മനസ്സിലായി തങ്ങളുടെ സ്കൂള് പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രശസ്തമായി മാറിയതെന്ന്. ഇപ്പൊ ഈ നാട്ടിലെ സമ്പത്തുള്ള ഒരുപാട് പേരൻസ് ഈ സ്കൂളിലാണ് കുട്ടികളെ അയച്ച് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും നല്ല റിസൾട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ട്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ലൈറ്റുകൾ മിന്നുന്നുണ്ടായിരുന്നു. അതായത് ആ ഇവൽ സ്പിരിറ്റ് ഇവരുടെ വീടിന്റെ പുറത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അത് ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രിൻസിപ്പൾ വന്ന് ആ സഞ്ചിയിലേക്ക് അതിനെ കയറ്റുന്നു. തൽക്കാലം നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും, നിനക്ക് അടുത്ത ചാൻസ് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് ആ സ്പിരിറ്റിനെ കൊണ്ട് പ്രിൻസിപ്പൾ പോകുന്നത്. എന്നാൽ നമ്മുടെ ഹ്യൂൻസുവിന്റെ പ്രേതമില്ലേ, ഇതെല്ലാം തന്നെ ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ സ്പിരിറ്റ് വന്നു നിന്ന ഡൂഷ്മിന്റെ വീടും പരിസരവും എല്ലാം തന്നെ പ്രിൻസിപ്പൾ നല്ലപോലെ നോക്കിയിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഇവിടെ നാമ പറയുന്നുണ്ട്, നിങ്ങൾ സ്പിരിറ്റുമായിട്ട് ടൈമൊക്കെ വേസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്നു, ഞാൻ എന്റെ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണെന്ന്. തങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഇവന് വിശ്വാസമില്ലാന്ന് മനസ്സിലായപ്പോൾ ഡൂഷിമാകട്ടെ ഇവന്റെ ചെറുപ്പത്തിൽ നടന്ന കുറെ കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം കേട്ട് അവൻ ഞെട്ടിപ്പോയി. അവനും അവന്റെ അച്ഛനും മാത്രം അറിയാവുന്ന കാര്യങ്ങളായിരുന്നു അത്. നിനക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, അന്ന് നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ വന്നില്ലേ, ആ സമയത്ത് നിന്റെ അച്ഛന്റെ ആത്മാവ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ അച്ഛന്റെ ആഗ്രഹം നീ നല്ലപോലെ പഠിച്ച് നല്ല റാങ്ക് വാങ്ങിക്കണമെന്നാണ്. അവൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ടതോടുകൂടി നാമിന് വിശ്വാസമായി ഇവൾക്ക് പ്രേതങ്ങളെ കാണാനും കഴിവുണ്ട്, തന്റെ അച്ഛൻ ഇവളോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുമുണ്ടെന്ന്. അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവൻ പൊട്ടിക്കരയുകയാണ്. ഡൂഷിമിന്റെ അമ്മയാകട്ടെ അവനെ ആശ്വസിപ്പിക്കുന്നുമുണ്ട്. അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് വൂസു ഇവിടെ ഡൂഷിമിനോട് പറയുന്നത്. അവന്റെ അച്ഛനും ഇപ്പോൾ നമ്മളും. നിങ്ങൾ ശരിക്കും എന്താ ഇത്ര കൂട്ടായതെന്ന് അവനോട് ചോദിക്കുമ്പോൾ ഡൂഷിമിനോട് അവൻ പറയുന്നുണ്ട്, എല്ലാവരും എന്നോട് ചോദിക്കും നന്നായിട്ട് പഠിക്കുന്ന ഞാൻ അവനെ പോലെ ഒട്ടും പഠിക്കാത്ത ആളുമായിട്ട് എന്തിനാ എത്ര കൂട്ടുകൂടിയിരിക്കുന്നതെന്ന്. പക്ഷെ എനിക്കിതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, എന്തോ അവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലാകാൻ എനിക്ക് തോന്നി. എന്നാൽ അതിനൊരു കാരണം ഉണ്ടെന്നാണ് ഡൂഷിം പറയുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ രണ്ടുപേരും ബ്രദറും സിസ്റ്ററുമായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ നീയായിരുന്നു അവന്റെ സിസ്റ്റർ, അത് 3 വയസ്സ് ഇളയത്. അതും പറഞ്ഞ് അവള് ചിരിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ ഇതൊന്നും നാമനോട് പറയാൻ നിൽക്കണ്ട, അവൻ എന്നെ കളിയാക്കും. നിനക്കിങ്ങനെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചൊക്കെ അറിയാൻ കഴിയുമെങ്കിൽ എന്റെ പാസ്റ്റ് എന്താണ് ഫ്യൂച്ചർ എന്താണെന്നൊക്കെ നീ ഒന്ന് പറയാനാണ് അവൻ അടുത്തതായിട്ട് പറയുന്നത്. അവൾ അവനോട് പറയുന്നു, നീ കണ്ണടയ്ക്ക്, ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പം, അതാണ് നിന്റെ ഫ്യൂച്ചർ. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഞാൻ ഒന്നും കാണാതിരിക്കുകയല്ല, ഞാൻ കണ്ണടയ്ക്കുമ്പോൾ നിന്റെ മുഖം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നീയാണോ എന്റെ ഫ്യൂച്ചർ എന്നാണ് അവൻ ചോദിക്കുന്നത്. അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നിടത്താണ് ഈ 6ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. ഒരു എപ്പിസോഡ് പോലും മിസ്സാക്കാതെ കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.